നമസ്കാരം ഡിജിറ്റൽ മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യുവാൻ പോകുന്നത് മോട്ടോയുടെ ഏറ്റവും പുതിയ മോഡലായ മോട്ടോ G6 എന്ന മോഡലാണ്. അപ്പോൾ ഈ വരുന്ന 4-ാം തീയതി മുതൽ നമുക്കറിയാം ഈ സ്മാർട്ട് ഫോൺ ആമസോണിൽ എത്തുന്നുണ്ട്. ഓൾറെഡി നമ്മൾ അതിൻ്റെ ആർട്ടിക്കിൾസൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് നമുക്കിത് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിൽ എന്തൊക്കെയുണ്ട് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസും നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മോട്ടോയുടെ G6 എന്ന മോഡൽ ഫസ്റ്റ് നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്യാം. ഓക്കെ, ഡിവൈസ്. സോ മോട്ടോയുടെ G6 രൂപകൽപ്പനയിൽ അത്യാവശ്യം ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഡിസൈനിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 5.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ. ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 12 മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറ. കൂടാതെ ആൻഡ്രോയിഡ് ഏറ്റവും പുതിയ 8 ഓറിയോ 3000 mAh ബാറ്ററി ലൈഫ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു സ്റ്റൈലിഷ് സ്മാർട്ട് ഫോണിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മോട്ടോ ഈ സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിലയെക്കുറിച്ച് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. സോ ഇൻഫർമേഷൻസ് ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നമുക്ക് ജസ്റ്റ് ബാക്കി എന്തൊക്കെയുണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്യാം. യൂസർ മാനുവലുണ്ട്. പിന്നെ ഹെഡ്സെറ്റ്, മോട്ടോയുടെ ഈ മോഡലിൽ നമുക്ക് ഹെഡ്സെറ്റ് ലഭിക്കുന്നുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്യുന്നില്ല, എങ്കിൽ കൂടി നമുക്കിത് ഹെഡ്സെറ്റ് ലഭിക്കുന്നുണ്ട്. കൂടാതെ ചാർജർ. സോ ഇത്രയുമാണ് മോട്ടോയുടെ G6 എന്ന സ്മാർട്ട് ഫോണിനകത്ത് ബോക്സിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. ഫോൺ ലഭിക്കുന്നുണ്ട്, ചാർജർ ലഭിക്കുന്നുണ്ട്, ഹെഡ്സെറ്റ് ലഭിക്കുന്നുണ്ട്, സിം ഇടാൻ ഉപയോഗിക്കുന്ന ഇത് ലഭിക്കുന്നുണ്ട്, യൂസർ മാനുവൽ ലഭിക്കുന്നുണ്ട്. മോട്ടോ G6 എന്ന മോഡലാണിത്. അപ്പോൾ ഈ വരുന്ന ജൂൺ 4-ാം തീയതി മുതൽ ഇത് ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റ് ആമസോണിൽ എത്തുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ വിലയെക്കുറിച്ചും മറ്റു വിവരങ്ങളും നിങ്ങൾക്ക് ഉടൻ തന്നെ നമ്മൾ റിവ്യൂസിലൂടെ അല്ലെങ്കിൽ മറ്റു വീഡിയോസിലൂടെ അറിയിക്കുന്നതായിരിക്കും. സോ നമുക്ക് മറ്റൊരു അൺബോക്സിങ്ങുമായിട്ട് മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.